Opus Education, an online platform for unlimited studies to nurture a better future. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിയും കാത്തിരുന്നൊരു അപ്ഡേറ്റാണ്. അതെ, +1 അഡ്മിഷൻ. കഴിഞ്ഞ ദിവസം +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ കോവിഡ് കാലത്ത് പുറത്തു പോയി ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ഉള്ളൊരു കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്ത് 100% അഡ്മിഷൻ ഉറപ്പിക്കാവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു പോയിന്റ് പോലും വിടാതെ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. തുടർന്നുള്ള ഞങ്ങളുടെ അപ്ഡേറ്റുകളെല്ലാം ഒന്നുപോലും വിടാതെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. +1 അഡ്മിഷൻ, അല്ലേ? സർക്കാർ എയ്ഡഡ് VHSE സ്കൂളുകളിലായിട്ട് +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2020 ഓഗസ്റ്റ് 14-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്കൂളുകൾക്കും ചേർത്ത് ഒറ്റ ആപ്ലിക്കേഷൻ എന്ന ഏകജാലക രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും അഡ്മിഷൻ നടക്കുന്നത്. എന്നാൽ തന്നെ ഒരാൾക്ക് ഒന്നിലേറെ ജില്ലകളിൽ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. CBSE ബോർഡ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് ഈ പ്രാവശ്യം ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക. CBSE ബോർഡ് എക്സാം എഴുതിയ വിദ്യാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 50 രൂപ മുദ്രപത്രത്തിൽ ആ അഫിഡവിറ്റ് ഫില്ല് ചെയ്ത് ഏൽപ്പിക്കണം. അത് ചെയ്യേണ്ട ഫോമാറ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മൊബൈലോ ലാപ്ടോപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് ഇല്ലാത്തവർ, അത് സംഘടിപ്പിക്കാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് യൂസ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഹയർ സെക്കൻഡറി ഡെസ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാകും. ഒരു കുട്ടിക്ക് ഒരു ജില്ലയിൽ 2 ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലായിട്ട് ആപ്ലിക്കേഷൻ അയക്കാം. ആ ഓരോ ജില്ലകളിലും വെവ്വേറെ ആപ്ലിക്കേഷൻസ് വേണം കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. ഒരു സ്കൂളും ഒരു സബ്ജക്റ്റ് കോമ്പിനേഷനും ചേരുന്നതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരേ സ്കൂളിലെ വ്യത്യസ്ത സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ വ്യത്യസ്ത ഓപ്ഷനുകളായിട്ടാണ് വരിക. ഡിസ്ട്രിക്റ്റ് വൈസ് സ്കൂൾ കോഡുകളും സബ്ജക്റ്റ് കോമ്പിനേഷൻ കോഡുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, 50 ഓപ്ഷൻ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ, 20 ഓപ്ഷൻ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനല്ല, നിങ്ങൾക്ക് എത്ര വേണേലും ഒരു ഓപ്ഷൻസ് കൊടുക്കാം. ആ ജില്ലകളിലെ എല്ലാ സ്കൂളുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് വെക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. എന്തെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഒഴിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയില്ല. ആപ്ലിക്കേഷനിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്കൂൾ കോഡുകളും കോമ്പിനേഷൻ കോഡുകളും ഓർഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഒരിക്കൽ നിങ്ങൾക്കൊരു ഓപ്ഷന് അഡ്മിഷൻ റെഡി ആയാൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ്. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് തന്നെ വേണം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ എന്നറിയാൻ ഒരു ട്രിക്കുണ്ട്. കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്നതിൽ അവസാന റാങ്കുകാരുടെ ഗ്രേഡ് പോയിൻ്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാത് സ്കൂളുകളുടെ അതാത് ഗ്രേഡ് പോയിന്റുകൾ വെബ്സൈറ്റിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വിഷയം ഏത് സ്കൂളിൽ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. സയൻസ്, ഹ്യൂമാനിറ്റിക്സ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലായി 45 കോമ്പിനേഷനുകളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. സ്കൂൾ ലിസ്റ്റുകളെല്ലാം പ്രോസ്പെക്ടസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇഷ്ടമുള്ളവ തിരഞ്ഞെടുത്ത്
കറക്റ്റ് ഓർഡറിൽ എഴുതി നോക്കിയിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അതിനുവേണ്ടി ഫോമിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് 2-3 പ്രാവശ്യം എഴുതി ഓർഡറിലാക്കി ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കതിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പേരൻസിനോടോ ഇതിനെക്കുറിച്ച് അറിവുള്ള മുതിർന്ന ആൾക്കാരോടോ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. ഹയർ സെക്കൻഡറി പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. ഹ്യൂമാനിറ്റിക്സ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങൾ +1 അഡ്മിഷന് ചൂസ് ചെയ്യുന്നവർക്ക് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ് എന്നീ മേഖലകളിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അങ്ങനെ പറയാൻ കാരണം ഈ ഹ്യൂമാനിറ്റിക്സ്, കൊമേഴ്സ് എന്ന് പറയുന്ന മോശപ്പെട്ട വിഷയമാണ് എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഡ്രീം അതെന്താണോ അതിൻ്റെ പുറകെ പോവുക. ചേസ് യുവർ ഡ്രീംസ്. സച്ചിൻ പറഞ്ഞ പോലെ ചേസ് യുവർ ഡ്രീംസ്. കൊമേഴ്സിലാണെങ്കിലും ഹ്യൂമാനിറ്റിക്സിലാണെങ്കിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഡ്രീം ഒരു ഡോക്ടർ ആകുക, ഒരു എൻജിനീയർ ആകുക, അതിനുള്ള കാലിബർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് തന്നെ വെക്കുക. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് മൊബൈലിൽ കിട്ടുന്ന ഒരു OTP വഴി കാൻഡിഡേറ്റ് ലോഗിൻ നടത്തിയാണ് തുടർന്നുള്ള അപ്ഡേറ്റ്സുകളെല്ലാം നടത്തേണ്ടത്. കൂടാതെ മാനേജ്മെൻറ്റ്, അൺഎയ്ഡഡ്, കമ്മ്യൂണിറ്റി കോട്ടകളെല്ലാം ഈ പറഞ്ഞ എയ്ഡഡ് സ്കൂളുകളിലുണ്ടാവും. അതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതാത് മാനേജ്മെൻറ്റ് നൽകുന്ന ഫോമുകൾ അവിടെ ഫില്ല് ചെയ്ത് ഏൽപ്പിക്കണം. അതിനൊരിക്കലും ഓൺലൈൻ ആപ്ലിക്കേഷന് കൊടുക്കുന്ന ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അലോട്ട്മെൻറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി തന്നെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. ആപ്ലിക്കേഷൻ കൊടുത്തതിൽ എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആകാം. അതിൽ എന്തെങ്കിലും ഓപ്ഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിലുള്ള അവസാനത്തെ ചാൻസ് ആണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്തേക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. ആ സമയത്താണ് നിങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് മൂവ് ചെയ്യാതെ നിങ്ങൾക്ക് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അഡ്മിഷൻ നേടാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ വേണ്ടിയിട്ട് സർവേഷനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുഖ്യമായും ആ ബെൽ ഐക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ തുടർന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്, stay focused with Opus.